വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ചേർന്നു. മിനിസ്റ്റർ, അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയിൽ നമ്മൾ നിൽക്കുകയാണ്. ഇതിൽ എന്താകും ഇനിയുള്ള, താങ്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്താകും ഇനി നടപടി മിനിസ്റ്റർ? ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. രാവിലെ കേട്ടത് തന്നെ നമുക്ക് അതിനൊരു പ്രതികരിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള കാര്യമാണ് കേട്ടത്. ബിജുവിന് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അവർ നാട് മുഴുവൻ ദുഃഖത്തിലായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS സംഭവ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു ഇലക്ട്രിക് ലൈനൊന്നും നമ്മുടെ ഇലക്ട്രിക് ലൈൻ തട്ടുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ഇലക്ട്രിക് ലൈനൊന്നും നമ്മുടെ കെട്ടിടത്തിന്റെ മുകളിൽ കൂടെ അതിന്റെ സൈഡിൽ കൂടെ പോകാൻ വേണ്ടി പാടില്ല. ഒരു സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള 100ഓളം വരുന്ന കാര്യങ്ങൾ 2 പ്രാവശ്യമാണ് ഈ വിദ്യാഭ്യാസത്തിൽ ഇതിന് ചുമതലയുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഒരു സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പാടുള്ളൂ. അത് കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ 14,000 സ്കൂളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഒരു സംഭവങ്ങളും അങ്ങനെ ഗൗരവമായിട്ട് വരാത്തത്. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നാണോ പ്രശ്നം ഉണ്ടായത്, അതുപോലെ തന്നെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യത പരിശോധിച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായ അന്വേഷണം നടത്താനും അതിലിനി ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാലും അവർക്ക് ഒരു മാപ്പ് അറിയിക്കുന്നവരല്ല. നമ്മുടെ ഒരു മോനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ മോനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ മിനിസ്റ്റർ കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ വൈദ്യുതി അത്രയും താഴ്ന്നു കിടക്കും. മിനിസ്റ്റർ ഒരിക്കലെങ്കിലും ഇപ്പൊ മിനിസ്റ്ററോ അല്ലെങ്കിൽ താങ്കളെ പോലുള്ള നേതാക്കൾ ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള നടപടി ഉണ്ടായേനെ. അത് ഉണ്ടായില്ല. അതാണ് സങ്കടം. ശരി തന്നെയാണ്. നമുക്കത് തീർച്ചയായിട്ടും ഞാനിപ്പോ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ തട്ടിയിട്ടല്ലെന്ന് തോന്നുന്നു അല്ലേ? കറണ്ടിൽ തട്ടിയിട്ടല്ല. അവരും ചെരുപ്പം മറ്റും എടുക്കുന്നതിന് വേണ്ടി അങ്ങനെ എന്തോ ആണ് പിന്നെ വാർത്തയിലൂടെ അറിഞ്ഞത്. അല്ല, മിനിസ്റ്റർ ചെരുപ്പെടുക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ കയറി. അതിന്റെ മുകളിൽ കയറിയപ്പോഴേക്കും ആ കെട്ടിടത്തിന്റെ തൊട്ടില്ലെന്ന മട്ടിലാണ് കുഞ്ഞാല് പോലെ കിടക്കുന്ന ഇലക്ട്രിക് ലൈൻ. അപ്പോൾ അത് തട്ടി കുഞ്ഞു മരിച്ചു. അപ്പം തന്നെ വലിയ ഷോക്ക് ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ നേരിയ ജീവന്റെ ശ്വാസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവർ പരമാവധി ശ്രമിച്ചു, പക്ഷേ കുഞ്ഞു പോയി. മിനിസ്റ്റർ, നമുക്ക് ഞാൻ നാളെ വരുന്നുണ്ട്. നാളെ ഞാൻ അവിടെ പോകാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. എന്താണ് നോക്കട്ടെ. നോക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ നഷ്ടവും നമ്മൾ എന്ത് ചെയ്താലും അതിന് ബദലാവില്ല. എങ്കിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും കർശന നടപടി അതിലുണ്ടാകുമെന്ന് മിനിസ്റ്ററുടെ വാക്കുകൾ. മിനിസ്റ്ററെയും ആ സങ്കടം ബാധിക്കുന്നുണ്ട്. അത് വാക്കുകൾ തന്നെ വ്യക്തമാണ്. മിഥുൻ എന്ന് പറയുന്ന 13 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്. തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നേരത്തെ ഉല്ലാസാണോ അല്ല നിഷാ തുണ്ടിൽ എന്ന് പറയുന്ന ആ പ്രവർത്തകൻ പറഞ്ഞത് ഒരു സാധു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, പിന്നോക്ക മേഖലയിൽ നിന്നൊക്കെ വരുന്ന സാധു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു ഏരിയയിൽ അങ്ങനെയാണെങ്കിൽ അതീവ സങ്കടമാണ്. എല്ലാ അർത്ഥത്തിലും അത് അതീവ സങ്കടമാണ്. കുട്ടി രാവിലെ നമ്മുടെ സ്കൂളിൽ രാവിലെ നമ്മൾ കളിക്കാൻ പോകാറുണ്ട്. പണ്ടും സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പും ഉണ്ട്. അതെല്ലാ കാലത്തും കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതാണ്. സ്കൂളിൽ അങ്ങനെ രാവിലെ കളിക്കാൻ വന്നപ്പോൾ ചെരുപ്പ് അതിൻ്റെ മുകളിലേക്ക് പോയി. അത് എടുക്കാൻ വേണ്ടി കുഞ്ഞ് മുകളിൽ കയറിയപ്പോഴും അതിൽ തട്ടി വലിയ ഷോക്ക് ഏൽക്കുകയും അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേക്കും തീരെ വയ്യാതായി എന്നാണ് നേരത്തെ ഉല്ലാസ് കോവൂർ പറഞ്ഞത്. അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു മിഥുൻ എന്ന 13 വയസ്സുകാരൻ. എന്തായാലും അങ്ങേയറ്റം വേദനാജനകമായ ദാരുണമായ സംഭവമാണ്. ആ ദാരുണമായ സംഭവം എന്നതിലുപരി അതിന് കാരണമായത് കൊടിയ അനാസ്ഥയാണല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും അതിൻ്റെ കുറ്റക്കാർക്കെതിരെ ഇനി അവർ ഏത് സർവീസിലുള്ളവരാണോ, ഏത് ജോലിയിലുള്ളവരാണോ, അവർ ഇനി ആ ജോലിയിൽ